ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ലോക്സഭയിൽ മറുപടി നൽകും. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഡൽഹി നാളെ പോളിംഗ് ബൂത്തിലേക്ക്. വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ജമ്മുകശ്മീരിലെ സുരക്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇന്ന് യോഗം ചേരും. 38ാമത് ദേശീയ ഗെയിംസ് ബാസ്കറ്റ്ബോളിൽ കേരളത്തിന് ഇരട്ട വെള്ളി. കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും ഏർപ്പെടുത്തിയ ഉയർന്ന ഇറക്കുമതി തീരുവ ഒരു മാസത്തേക്ക് നിർത്തിവെക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകുന്നേരം ലോക്സഭയിൽ മറുപടി നൽകും. ഇരുസഭകളിലും നന്ദിപ്രമേയ ചർച്ചകൾ ഇന്നലെയാണ് ആരംഭിച്ചത്. രൂക്ഷമായ ഭരണ പ്രതിപക്ഷ വാഗ്വാദങ്ങൾക്കാണ് പാർലമെന്റ് ഇന്നലെ വേദിയായത്. അതേസമയം മഹാകുംഭമേളയിലെ അപകടം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് രാജ്യസഭയിൽ പ്രതിപക്ഷാംഗങ്ങൾ അവതരിപ്പിച്ച അടിയന്തര പ്രമേയം ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് തള്ളി. ലോക്സഭയിലും രാജ്യസഭയിലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. ലോകത്ത് നാളികേര ഉൽപാദനത്തിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്താണെന്നും തെങ്ങിനെ ബാധിക്കുന്ന രോഗങ്ങൾ നിയന്ത്രിക്കാൻ സർക്കാർ മതിയായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. मुझे ये बताते हुए खुशी है, नारियल के उत्पादन में आज भारत दुनिया में नंबर 1 के स्थान पर पहुंचा है। 2014-15 के दौरान नारियल का उत्पादन 140 लाख मीट्रिक टन था, वो बढ़कर 153.29 लाख मीट्रिक टन हो गया है और विश्व में हमारी उत्पादकता सबसे अधिक है. രാജ്യത്തിന്റെ സ്ഥാപിത ഊർജ്ജ ഉൽപാദനശേഷി 2031-32 ആകുമ്പോഴേക്കും 874 ജിഗാവാട്ട്സായി ഉയർത്താൻ പദ്ധതിയിടുന്നതായി കേന്ദ്ര സർക്കാർ. കൽക്കരി, ലിഗ്നൈറ്റ് എന്നിവയുൾപ്പെടെയുള്ള പരമ്പരാഗത സ്രോതസ്സുകളിൽ നിന്നും സൌരോർജ്ജം, കാറ്റ്, ജലവൈദ്യുതി തുടങ്ങിയ പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്നുമുള്ള ഉൽപാദനം ഇതിൽ ഉൾപ്പെടുന്നതായി കേന്ദ്ര സഹമന്ത്രി ശ്രീപാദ് നായിക് രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ പറഞ്ഞു. നിലവിലെ സ്ഥാപിത വൈദ്യുതി ഉൽപാദന ശേഷി 462 ജിഗാവാട്ട്സ് ആണെന്നും രാജ്യത്ത് വൈദ്യുതി ലഭ്യത ആവശ്യത്തിനുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഡൽഹി നാളെ പോളിംഗ് ബൂത്തിലേക്ക്. 70 അംഗ നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ് നാളെ നടക്കും. തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ക്രമീകരണങ്ങളും മണ്ഡലങ്ങളിൽ പൂർത്തിയായി. വിശദാംശങ്ങളിലേക്ക്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാളെ 1,56,00,000-ലധികം വോട്ടർമാരാണ് സമ്മതിദാനാവകാശം വിനിയോഗിക്കുക. രാവിലെ 7 മുതൽ വൈകുന്നേരം 6 വരെയാണ് വോട്ടെടുപ്പ്. 699 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്നലെ അവസാനിച്ചു. വീട് വീടാന്തരമെത്തി പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള അന്തിമഘട്ട നീക്കത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. 1.8 ലക്ഷത്തിലധികം ഉദ്യോഗസ്ഥരെയാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കായി വിന്യസിച്ചിട്ടുള്ളത്. കർശന നിയന്ത്രണ നടപടികളുടെ ഭാഗമായി 220 കോടി രൂപയിലധികം വിലമതിക്കുന്ന പണം, മദ്യം, സൌജന്യ വസ്തുക്കൾ തുടങ്ങിയവ പിടിച്ചെടുത്തു. ശനിയാഴ്ചയാണ് വോട്ടെണ്ണൽ. വോട്ടെണ്ണൽ ദിവസങ്ങളിൽ ഡൽഹി മെട്രോയുടെ എല്ലാ ലൈനുകളും പുലർച്ചെ 4 മണിക്ക് പ്രവർത്തനം ആരംഭിക്കും. നാളെ വൈകിട്ട് 6:30 വരെ എക്സിറ്റ് പോളുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ജമ്മുകശ്മീരിലെ സുരക്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇന്ന് ന്യൂഡൽഹിയിൽ യോഗം ചേരും. ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ, ഇന്റലിജൻസ് ബ്യൂറോ റോ എന്നിവയുടെ മേധാവിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. ജമ്മുകശ്മീരിൽ നിന്നും ഭീകരവാദം തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെ ഇക്കഴിഞ്ഞ ഡിസംബറിലും ഇത്തരത്തിൽ യോഗം ചേർന്നിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കെഎസ്ആർടിസിയിൽ ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ പ്രഖ്യാപിച്ച 24 മണിക്കൂർ പണിമുടക്ക് തുടരുന്നു. ശമ്പളം, DA കുടിശ്ശിക എന്നിവ സമയബന്ധിതമായി വിതരണം ചെയ്യണം തുടങ്ങിയ ആവശ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് സമരം. അതേസമയം പണിമുടക്ക് സ്ഥാപനത്തെ തകർക്കുമെന്നും ജീവനക്കാർ പണിമുടക്കിൽ പങ്കെടുക്കരുതെന്നും ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്ത് ജനുവരിയിലെ റേഷൻ വിതരണം നാളെ വരെ നീട്ടിയതായി ഭക്ഷ്യമന്ത്രി GR അനിൽ. മാസാന്ത്യ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാഴാഴ്ച റേഷൻ കടകൾ അടച്ചിടും. ഈ മാസത്തെ റേഷൻ വിതരണം വെള്ളിയാഴ്ച മുതലാണ് ആരംഭിക്കുക. ഇന്ന് ലോക അർബുദ ദിനം.
ക്യാൻസർ രോഗത്തെക്കുറിച്ചുള്ള അവബോധം ജനങ്ങളിൽ വളർത്തുക, രോഗം മുൻകൂട്ടി കണ്ടുപിടിക്കുക, ചികിത്സാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നിവ ലക്ഷ്യമിട്ടാണ് 2005 മുതൽ എല്ലാ വർഷവും ഫെബ്രുവരി 4 ലോക അർബുദ ദിനമായി ആചരിക്കുന്നത്. സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ ഒരു വർഷം നീളുന്ന ജനകീയ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഇന്നു മുതൽ അന്താരാഷ്ട്ര വനിതാ ദിനമായ മാർച്ച് 8 വരെ നീളുന്ന ആദ്യഘട്ട ക്യാമ്പയിനിൽ സ്ത്രീകളെ ബാധിക്കുന്ന സ്തനാർബുദം, ഗർഭാശയഗളാർബുദം എന്നിവയുടെ പരിശോധനയും ചികിത്സയും ഉറപ്പാക്കും. കുംഭമേളയിൽ പങ്കെടുക്കാനെത്തിയ ഭൂട്ടാൻ രാജാവ് ജിഗ്മെ ഖേസർ നാംഗ്വേൽ വാങ്ചുക് ഇന്ന് ത്രിവേണി സംഗമത്തിൽ സ്നാനം നടത്തി. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഒപ്പമുണ്ടായിരുന്നു. അക്ഷയ്വട്, ബഡേ ഹനുമാൻ ക്ഷേത്രങ്ങളിലും അദ്ദേഹം ദർശനം നടത്തും. ഉത്തരാഖണ്ഡിൽ നടക്കുന്ന 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന് ഇരട്ട വെള്ളി. ബാസ്കറ്റ്ബോൾ 3x3 പുരുഷ വനിതാ വിഭാഗങ്ങളിലാണ് കേരളം വെള്ളി മെഡലുകൾ സ്വന്തമാക്കിയത്. വനിതകളുടെ 100 മീറ്റർ ബ്രസ്റ്റ് സ്ട്രോക്കിൽ ഹർഷിത ജയറാം ഫൈനലിൽ പ്രവേശിച്ചു. മെഡൽ പട്ടികയിൽ കർണാടക 1ാം സ്ഥാനത്തും സർവീസസ് 2ാം സ്ഥാനത്തും മഹാരാഷ്ട്ര 3ാം സ്ഥാനത്തുമാണ്. 6 സ്വർണം ഉൾപ്പെടെ 17 മെഡലുകളുമായി പട്ടികയിൽ 10ാമതാണ് കേരളം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, ആലപ്പുഴ തീരങ്ങളിലും തമിഴ്നാട് തീരത്തും നാളെ രാവിലെ 5:30 മുതൽ വൈകുന്നേരം 5:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കേണ്ടതാണ്. അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്നും നിർദ്ദേശമുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 799 പോയിന്റ് ഉയർന്ന് 77,986ലും നിഫ്റ്റി 235 പോയിന്റ് നേട്ടത്തിൽ 23,593ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില സർവ്വകാല റെക്കോർഡിൽ. പവന് 840 രൂപ ഉയർന്ന് 62,480 രൂപയും ഗ്രാമിന് 7,810 രൂപയുമാണ് ഇന്നത്തെ വില. കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും ഉയർന്ന ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിയ തീരുമാനം ഒരു മാസത്തേക്ക് നിർത്തിവെക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അതിർത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തിപ്പെടുത്താൻ 2 അയൽരാജ്യങ്ങളും സമ്മതിച്ചതിനെ തുടർന്നാണ് പ്രഖ്യാപനം. എന്നാൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയ ഉയർന്ന തീരുവ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിന് മറുപടിയായി കൽക്കരി, LPG എന്നിവയിൽ ഉൾപ്പെടെ US ഇറക്കുമതിക്ക് അധിക തീരുവ ചുമത്തുമെന്ന് ചൈനീസ് വാണിജ്യ മന്ത്രാലയം പ്രഖ്യാപിച്ചു. അമേരിക്കയുമായുള്ള അതിർത്തിയിൽ ഹെലികോപ്റ്റർ നിരീക്ഷണം ഉൾപ്പെടെ ഏർപ്പെടുത്തുമെന്ന് കാനഡയും 10,000 സൈനികരെ വിന്യസിക്കുമെന്ന് മെക്സിക്കോയും അറിയിച്ചിട്ടുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും ഇന്ന് വാഷിംഗ്ടണിൽ കൂടിക്കാഴ്ച നടത്തും. ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ, ബന്ദികളുടെ മോചനം എന്നിവ സംബന്ധിച്ച് ഇരുവരും ചർച്ച നടത്തും. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചതിന് ശേഷമുള്ള നെതന്യാഹുവിന്റെ ആദ്യ വിദേശയാത്രയാണിത്. ബെൽജിയം പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റ ബാർട്ട് ഡെ വിവറിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ബെൽജിയം ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ആഗോള വിഷയങ്ങളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും ഒരുമിച്ച് പ്രവർത്തിക്കാനാകുമെന്ന പ്രതീക്ഷയും ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു. ഐക്യരാഷ്ട്രസഭയ്ക്ക് ഇന്ത്യ ഈ വർഷം $37.64 ദശലക്ഷം സംഭാവന ചെയ്തതായി UN വക്താവ് സ്റ്റെഫാൻ ഡുജാരെക്. ഐക്യരാഷ്ട്രസഭയോടുള്ള സാമ്പത്തിക പ്രതിബദ്ധത കൃത്യമായി നിറവേറ്റുന്നതിൽ ഇന്ത്യയെ അദ്ദേഹം അഭിനന്ദിച്ചു. സിറിയയിലെ മെൽബിജ് കാർ ബോംബ് സ്ഫോടനത്തിൽ 20ലേറെ പേർ കൊല്ലപ്പെട്ടു. കർഷക തൊഴിലാളികളുമായി പോകുകയായിരുന്ന ലോറി സ്ഫോടക വസ്തുക്കൾ നിറച്ച കാറിനെ കടന്നുപോകുന്നതിനിടെയാണ് അപകടം. സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. 3 ദിവസത്തിനിടെ മേഖലയിലുണ്ടാകുന്ന രണ്ടാമത്തെ കാർ ബോംബ് സ്ഫോടനമാണിത്. ISL ഫുട്ബോളിൽ നാളെ മോഹൻ ബഗാൻ പഞ്ചാബ് FCയെ നേരിടും. കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. ഇന്നലെ നടന്ന ഒഡീഷ FC നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പോരാട്ടം സമനിലയിലാണ് അവസാനിച്ചത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്നും ഉദ്യോഗസ്ഥരുടെ ജോലി തടസ്സപ്പെടുത്തിയെന്നും ചൂണ്ടിക്കാട്ടി കൽക്കാജിയിലെ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയും ഡൽഹി മുഖ്യമന്ത്രിയുമായ അതിഷിക്കെതിരെ ഡൽഹി പോലീസ് കേസെടുത്തു. അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ലോക്സഭയിൽ മറുപടി നൽകും. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഡൽഹി നാളെ പോളിംഗ് ബൂത്തിലേക്ക്. വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ജമ്മുകശ്മീരിലെ സുരക്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇന്ന് യോഗം ചേരും. 38ാമത് ദേശീയ ഗെയിംസ് ബാസ്കറ്റ്ബോളിൽ കേരളത്തിന് ഇരട്ട വെള്ളി. കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും ഏർപ്പെടുത്തിയ ഉയർന്ന ഇറക്കുമതി തീരുവ ഒരു മാസത്തേക്ക് നിർത്തിവെക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.